മാനേജ്മെന്റിന്റെ അനധികൃത പണപ്പിരിവിനെതിരെ കടമ്പൂർ സ്കൂളിലേക്ക് AISF, AIYF പ്രതിഷേധ മാർച്ച്. പ്രവർത്തകരും പോലീസുമായി നേരിയ തോതിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് തകർത്ത സ്കൂളിലേക്ക് പ്രവേശിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൂടുതൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് യുവജന സംഘടനകളുടെ തീരുമാനം. അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ കടമ്പൂരിൽ നിന്നും. അർജുൻ, കടമ്പൂർ സ്കൂളിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ഇന്നലെ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ സംഘടനകൾ പ്രതിഷേധവുമായി എത്തുകയാണ്. എന്താണ് വിവരങ്ങൾ? വിനിത, കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് AISF-ഉം AIYF-ഉം നടത്തിയിട്ടുള്ള സംയുക്ത മാർച്ചാണ് ഇപ്പോൾ പ്രതിഷേധത്തിൽ ഒരു നേരിയ തോതിൽ സംഘർഷം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ SFI-യും സമാനമായ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധം കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നടത്തുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഹൈസ്കൂളും ഹെഡ് മാസ്റ്ററും അതുപോലെ തന്നെ മാനേജറുമായി നടത്തിയിട്ടുള്ള SFI നേതാക്കൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിൻ്റെ ഭാഗമായി ശക്തമായ സമരം നടത്തുമെന്നായിരുന്നു SFI പ്രഖ്യാപിച്ചത്. ഇന്നിപ്പോൾ AISF-ഉം AIYF-ഉം സമാനമായ രീതിയിൽ തന്നെയുള്ള വലിയ തോതിലുള്ള പ്രതിഷേധം കടമ്പൂർ സ്കൂളിനകത്ത് രേഖപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ മാനേജർ കാണാൻ പോലീസിൻ്റെ ഭാഗമായി ബാരിക്കേഡ് വെച്ച് തടയുകയും ഈ പ്രിൻസിപ്പളെയും ഹെഡ് മാസ്റ്ററെയും മാനേജറെയും കാണാൻ അനുവദിക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അത് കടത്തിവിടാം, നേതാക്കളെ മാത്രം കടത്തിവിടാം എന്നുള്ളതായിരുന്നു പോലീസ് നൽകിയിട്ടുള്ള ഉറപ്പ്. എന്നാൽ അത് പോരാ, എല്ലാ പ്രവർത്തകരും ചേർന്ന് ഈ പറയുന്ന ഹെഡ് മാസ്റ്ററെ കാണണം എന്നുള്ള ആവശ്യമാണ് AIYF നേതാക്കളും AISF നേതാക്കളും ഉന്നയിച്ചത്. എന്നാൽ അത് കൂട്ടാക്കാതെ വന്നതോടുകൂടിയാണ് പോലീസിൻ്റെ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഹെഡ് മാസ്റ്ററുടെ മുറിയിലേക്കും മാനേജറുടെ മുറിയിലേക്കും AIYF പ്രവർത്തകർ മാർച്ച് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി മാനേജറുടെ റൂമിൽ വെച്ചും മാനേജർക്കെതിരെ വലിയ തോതിൽ മുദ്രാവാക്യം വിളികൾ AIYF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടമ്പൂരിലെ ഈ ഒരു വിദ്യാഭ്യാസ കച്ചവടത്തിൽ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോവില്ല എന്നുള്ള പ്രഖ്യാപനമാണ് AISF-ൻ്റെയും AIYF-ൻ്റെയും നേതാക്കൾ നടത്തിയിട്ടുള്ളത്. സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ നിന്നും അനധികൃതമായി പിരിച്ചെടുത്തിട്ടുള്ള മുഴുവൻ തുകയും തിരികെ നൽകുന്നതുവരെ അതിശക്തമായിട്ടുള്ള സമരങ്ങൾ നടത്തുമെന്നാണ് ഇടത് യുവജന പ്രസ്ഥാനവും ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ടുള്ള AIYF-ഉം AISF-ഉം പ്രഖ്യാപിച്ചത്. ഇന്നലെ തന്നെ SFI-യും സമാനമായ രീതിയിൽ തന്നെയുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇനി ഏത് രീതിയിലാണ് പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും ഉറ്റുനോക്കുന്ന കാര്യം. വിനീത. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകി.